ചൊവ്വൽ സ്റ്റോപ്പ് വഴി ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന റോഡ് ദേശീയപാത നിർമ്മാണ കമ്പനി അടച്ചതോടെ ചെറുവത്തൂരിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ചെറുവത്തൂർ കുളം ബസ് സ്റ്റോപ്പിലൂടെ വരുന്ന ബസ്സുകളെ സർവീസ് റോഡ് വഴി തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിനു വേണ്ടി തിരിച്ചുവിടുമ്പോഴാണ് ടൗൺ വീർപ്പുമുട്ടുന്ന അവസ്ഥയിലാകുന്നത്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വടക്കുനിന്നും വരുന്ന ദീർഘദൂര ബസ്സുകൾ അടക്കമുള്ളവ പടന്നക്കടവ് റോഡിൽ പണിതുകൊണ്ടിരിക്കുന്ന ഓവർബ്രിഡ്ജിന് അടുത്തുകൂടി തിരിഞ്ഞു വേണം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ. ഈ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സൈഡിലൂടെയുള്ള സർവീസ് റോഡ് ഇടുങ്ങിയതായതിനാൽ മറ്റൊരു വാഹനത്തിന് മറികടന്നു പോകാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ മുന്നിലുള്ള വാഹനം കടന്നുപോകുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരികയാണ് പിന്നിലുള്ളവർക്ക്. ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നുപോകാൻ പാകത്തിലുള്ള സർവീസ് റോഡ് പണിയണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശമെങ്കിലും കഷ്ടിച്ച് ഒരു ബസ്സിന് പോകാനുള്ള വീതി മാത്രമാണ് ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള സർവീസ് റോഡിനുള്ളത്. നാഷണൽ പെർമിറ്റ് ലോറികളും ദീർഘദൂര വാഹനങ്ങളും ഇതിലൂടെ വരുന്നതിനാൽ മിക്കപ്പോഴും നീണ്ട നിര രൂപപ്പെടുന്നു. പയ്യന്നൂർ ഭാഗത്തു നിന്ന് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ബസ്സുകളും തിരിച്ചുവന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെ തന്നെയാണ് പോകേണ്ടത്. ഇങ്ങനെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ഓടുന്നതിനാൽ ഗതാഗത കുരുക്കിലാണ് ചെറുവത്തൂർ ടൗൺ ആകെ. ബസ്സുകൾക്കും മറ്റും വാഹനങ്ങൾക്കും കടന്നുപോകാൻ കഴിയാത്ത വിധം മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സർവീസ് റോഡിലൂടെ കടന്നുവരുന്ന ബസ്സുകൾക്ക് ബസ് സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞു പോകാൻ കഴിയാത്ത വിധം വീതിക്കുറവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.